നമസ്കാരം, തേട ന്യൂസിലേക്ക് സ്വാഗതം. 16ാം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ കേരള രാഷ്ട്രീയത്തിൽ അടുത്തതായി ആര് അധികാരത്തിൽ എത്തുമെന്ന ചർച്ചകൾ ചൂടുപിടിച്ചിരിക്കുകയാണ്. ഇതിനിടെയാണ് രാജ്യതലത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്ന വനിതാ സംവരണ ഭരണഘടനാ ഭേദഗതി ബില്ലുമായി പാർലമെന്റ് മുൻപോട്ടേക്ക് വരുന്നത്. ഈ ബില്ല് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ പുതുക്കി വരയ്ക്കുവാൻ ഇടയാകും എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ശക്തമാകുന്നത്. വനിതാ സംവരണ ബില്ല് നടപ്പിലാക്കിയാൽ കേരളത്തിലെ നിയമസഭാ സീറ്റുകളുടെ എണ്ണം ഗണ്യമായി ഉയരുവാൻ സാധ്യതയുണ്ട്. നിലവിൽ 140 മണ്ഡലങ്ങളുള്ള സംസ്ഥാനത്ത് സീറ്റുകൾ ഏകദേശം 50% വർദ്ധിപ്പിക്കും എന്ന കേന്ദ്ര സർക്കാരിന്റെ സൂചന യാഥാർത്ഥ്യമായാൽ മണ്ഡലങ്ങളുടെ എണ്ണം 210 ഉയർന്നേക്കും. അങ്ങനെ സംഭവിച്ചാൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റുകളുടെ എണ്ണം 71 നിന്നും 106 ഉയരും. ഇതോടെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളായ CPM, കോൺഗ്രസ്, BJP എന്നിവരുടെ മത്സര രംഗം കൂടുതൽ വ്യാപകമാകും. 100-ൽ കൂടുതൽ മണ്ഡലങ്ങളിൽ നേരിട്ടുള്ള പോരാട്ടം ശക്തമാകും എന്നതാണ് വിലയിരുത്തൽ. ഇതിനൊപ്പം മുസ്ലിം ലീഗ്, CPI പോലുള്ള ഘടകകക്ഷികളും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട് രംഗത്തെത്തുവാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ മണ്ഡലങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ പല ഘട്ടങ്ങളിലായി മാറ്റങ്ങൾ നടന്നതായി കാണാം. 1957-ലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 114 മണ്ഡലങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആകെ അംഗസംഖ്യ 126 ആയിരുന്നു. തുടർന്ന് 1965-ലെ പുനർനിർണയത്തിനു ശേഷം മണ്ഡലങ്ങളുടെ എണ്ണം 133 ഉയർന്നു. 1967, 1970 തെരഞ്ഞെടുപ്പുകൾ ഇതേ എണ്ണം മണ്ഡലങ്ങളിലായിരുന്നു നടന്നത്. 1977 മുതൽ ഇന്ന് വരെ 140 മണ്ഡലങ്ങളാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഈ ബില്ല് പാസ്സായാൽ ലോക്സഭാ സീറ്റുകളിലും വർധനവുണ്ടാകുവാൻ സാധ്യതയുണ്ട്. നിലവിൽ 20 സീറ്റുകളുള്ള കേരളത്തിൽ അത് 30 ഉയരുവാനിടയുണ്ട്. 1957-ൽ 18 സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അത് 19 ഉയർന്നു. 1977 മുതൽ 2024 വരെ 20 സീറ്റുകളാണ് നിലനിൽക്കുന്നത്. ആകെ പറഞ്ഞാൽ വനിതാ സംവരണ ബില്ല് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് വലിയൊരു പുനഃസംഘടനയ്ക്ക് തുടക്കമാകുവാൻ സാധ്യതയുണ്ട്. മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതും വനിതാ പ്രാതിനിധ്യം ഉയരുന്നതും പാർട്ടികളുടെ ശക്തി സമവാക്യങ്ങളെ മാറ്റിമറിച്ചേക്കും. അതോടെ അടുത്ത തെരഞ്ഞെടുപ്പുകൾ കൂടുതൽ കടുത്ത മത്സരത്തിനും പുതിയ രാഷ്ട്രീയ മുഖങ്ങൾക്കും വേദിയാകും എന്നുറപ്പാണ്.